ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മിക്കവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ 3 പലക കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ നീളമുള്ള 3 പലക കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടുന്ന് പലകയുടെ ഒരു സൈഡിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ വിട്ട് 1 സെൻറ്റിമീറ്റർ കൂടെ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വീണ്ടും 1 സെൻറ്റിമീറ്റർ കൂടെ 1.2 സെൻറ്റിമീറ്റർ കൂടെ വിട്ടിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ അങ്ങോട്ടും 4 സെൻറ്റിമീറ്റർ വെച്ച് ഒരു ഹോൾ ചെയ്തിട്ടുണ്ട് ഡ്രില്ല് കൊണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഹോള് തുളച്ചെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്, ഒരു ഹോൾ ചെയ്തെടുക്കാനുണ്ട്. ആ ഭാഗം അത്രയും ഭാഗം അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് നമുക്ക് ഒരു ഉളി ഉപയോഗിച്ച് നമ്മൾ ഹോൾ ചെയ്തെടുക്കാം. അത്രയും ഭാഗം ഒരു 8 സെൻറ്റിമീറ്റർ നീളത്തിൽ 1.2 സെൻറ്റിമീറ്റർ വീതിയിലും നമുക്കൊന്ന് ഹോൾ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു പലക കഷ്ണം കൂടെ എടുത്ത് അതിന് മേലെ വെച്ച് ഈ ഹോളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഹോൾ മാർക്ക് ചെയ്തു. ഇത്രയും ഭാഗം നമ്മൾ ഈ നമ്മുടെ മൊബൈലിൻ്റെ സ്പീക്കർ വരുന്ന പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീക്കറുടെ ആകൃതിയിൽ നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പലക കഷ്ണം എടുത്ത് അതിന് മുകളിൽ വെച്ച ശേഷം നമുക്ക് വുഡ് ഫില്ല് ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പലക കഷ്ണം അതിന് മുകളിൽ കറക്റ്റാക്കി വെച്ച ശേഷം നമുക്ക് വീണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മൊബൈൽ സ്റ്റാൻഡായി. നമ്മുടെ മൊബൈലിന് സൗണ്ട് വളരെ കുറവാണ് വെച്ചാൽ ഇതുപോലെയുള്ള മൊബൈൽ സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരമാകും. നമ്മളിതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അളവ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കട്ടർ ഉപയോഗിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് കട്ടർ ഉപയോഗിച്ച് തന്നെ എൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊരു മരപ്പൊടി ഉപയോഗിച്ച് തന്നെ നമുക്കതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മരപ്പൊടി ഉപയോഗിച്ച് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് സാൻഡർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് എഡ്ജൊക്കെ ഷാർപ്പായി നിൽക്കുന്നുണ്ടാവും. അതിനേക്കൊന്ന് ഷാർപ്പ്നെസ് കുറച്ചെടുക്കാം.